ഇടതുമുന്നണി യോഗത്തിൽ നിന്ന് ആന്റണി രാജു വിട്ടുനിൽക്കുന്നു. ഇന്നത്തെ യോഗത്തിൽ ആന്റണി രാജു എത്തിയില്ല. ജനാധിപത്യ കേരള കോൺഗ്രസിന് വേണ്ടി ആന്റണി രാജുവാണ് LDF യോഗത്തിൽ പങ്കെടുക്കാറുള്ളത്. തൊണ്ടി മുതൽ തിരുമറി കേസിൽ ആന്റണി രാജുവിനെ കോടതി 3 വർഷം തടവ് ശിക്ഷിച്ചിരുന്നു. വിവരങ്ങൾ MS വീണ ചേരുകയാണ്. വീണ, നമുക്കറിയാം ആന്റണി രാജു പൂർണ്ണമായും ഇടതുപക്ഷത്തെ തന്നെ വെട്ടിലാക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. കോടതിയുടെ ശിക്ഷ മുന്നിലുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം ഇടതുമുന്നണി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. എങ്ങനെയാണ് അവിടെ നിന്ന് ലഭിക്കുന്നവര്? രാഖി, അല്പസമയങ്ങൾക്ക് മുമ്പാണ് LDFന്റെ യോഗം ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു യോഗത്തിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയവും ഇതിനെ തുടർന്ന് ഈ ഘടകകക്ഷികൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണ്. ഈ ഘടകകക്ഷികളുടെ ആഭ്യന്തര ചർച്ച ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞു. അതിനുശേഷമാണ് ഘടകകക്ഷികളെല്ലാം കൂടി ചേർന്ന് LDFൽ ഇന്ന് യോഗം ചേരുന്നത്. AKG സെന്ററിൽ അല്പസമയങ്ങൾക്ക് മുമ്പ് യോഗം ആരംഭിച്ചു. മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്നുണ്ട്. ഘടകകക്ഷി പ്രതിനിധി ആയതിനാൽ തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി മുൻ മന്ത്രിയും MLA ആന്റണി രാജുവാണ് പൊതുവിൽ പങ്കെടുക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ ഒരു തൊണ്ടി മുതൽ കേസിന്റെ വിധി വന്നതിന് പിന്നാലെ നടക്കുന്ന ഒരു LDF യോഗമാണ്. ഏറെ ആകാംക്ഷയോടെ നോക്കിയിരുന്നത് ആന്റണി രാജു എത്തുമോ, ആന്റണി രാജു എത്തുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനമായിരിക്കും പാർട്ടി കൈക്കൊള്ളുക എന്നുള്ളതാണ്, CPM കൈക്കൊള്ളുക എന്നുള്ളതാണ്. മറ്റ് ഘടകകക്ഷികളിൽ നിന്നും ഉയരുന്ന അഭിപ്രായം എന്തായിരിക്കും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടുകൂടി നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ടിരുന്നു. നിയമസഭയിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചാണ് MLA സ്ഥാനം നഷ്ടപ്പെട്ടത്. ഇതടക്കം CPMനെ ഏറ്റവും കൂടുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് ആരെക്കാളും നന്നായി ബോധ്യമുള്ളത് CPM സഖാക്കൾക്ക് തന്നെയാണ്. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഘടകകക്ഷി എന്ന നിലയിൽ ആന്റണി രാജുവിനെ കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ അല്ലെങ്കിൽ ഒഴിവാക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക്, കടുത്ത നടപടികളിലേക്ക് CPM കടക്കുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ആന്റണി രാജു എത്തിയില്ലെങ്കിൽ പോലും ഈ വിഷയം പാർട്ടിയിൽ ചർച്ചയാകാനും സാധ്യതയുണ്ട്. എന്തായാലും LDFന്റെ യോഗം ഇപ്പോഴും തുടരുകയാണ്. മണിക്കൂറുകൾ നീണ്ട ചർച്ചയാകും നടക്കാൻ സാധിക്കുക. കാരണം കഴിഞ്ഞ ദിവസവും ജില്ലാ കമ്മിറ്റിയിൽ യോഗമുണ്ടായിരുന്നു. അതിൽ AK ബാലന്റെ വിഷയമടക്കം ജമാഅത്ത് പരാമർശം നടത്തി വിവാദം സൃഷ്ടിച്ച AK ബാലന്റെ വിഷയത്തിലടക്കം പാർട്ടി ചർച്ച നടത്തിയിരുന്നു. LDF യോഗത്തിലും ഈ ഒരു വിഷയത്തിൽ ചർച്ച നടക്കുവാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ 2 അഭിപ്രായമാണ് പാർട്ടി സംസ്ഥാന ഇടതുമുന്നണി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ആന്റണി രാജു.